സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു നാസ്ഡാക്ക് സ്ട്രാറ്റജിയാണ്. അതായത് നാസ്ഡാക്ക് അല്ലെങ്കിൽ US 100 അല്ലെങ്കിൽ NAS 100 എന്നൊക്കെ പറയാം. ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു സിമ്പിൾ ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു നാസ്ഡാക്ക് ഈ ഒരു അസറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ സ്ട്രാറ്റജി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാസ്ഡാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ചാർട്ടും ആൻഡ് നമ്മൾ പ്ലെയിൻ പ്രൈസ് ആക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. and അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു ചാനലായിരിക്കും വരുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നാസ്ഡാക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണത്. ആൻഡ് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് യൂസ് ചെയ്യണത് ആൻഡ് കൈൻഡ് ഓഫ് ഒരു ബാക്ക് ടെസ്റ്റിംഗ് സെഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യണത് 9:30 AM ക്യാൻഡിൽ, അതായത് US ടൈം 9:30 AM. US ടൈം 9:30 AM ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 7 PM. ഓക്കെ, അത് ആ ഒരു ഡേ ലൈറ്റ് സേവിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഡേ ലൈറ്റ് സേവിങ് വരുവാണെങ്കിൽ 8 PM ഷിഫ്റ്റ് ചെയ്യും. അതിന് ഇനി ഒരു നെക്സ്റ്റ് ഒരു നവംബർ ആ ഒരു സമയമൊക്കെ ആവും. ഓക്കെ, മാർച്ച് ടു ഒരു ഏകദേശം ഒരു നവംബർ വരെയൊക്കെ 7 PM നമ്മുടെ ന്യൂയോർക്ക് ഓപ്പൺ ഉണ്ടാവുക, 9:30 AM ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം 9:30 AM 50 മിനിറ്റ് ക്യാൻഡിൽ, അതായത് ഇന്ത്യൻ ടൈമിലോട്ട് വരുമ്പോൾ 7 PM 50 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. 9:30 AM ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ബാക്ക് ടെസ്റ്റിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് ട്രേഡേഴ്സ് കാസ എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനകത്തോട്ട് കൊടുത്തേക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, ഇതാണ് നമ്മുടെ 9:30 AM 15 മിനിറ്റ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിലോട്ട് വരുമ്പോൾ 7 PM, ഇപ്പോഴത്തെ 7 PM 15 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ലോ ഇവിടാണ്, ഇതിൻ്റെ ഹൈ ഇവിടാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്ത് വെക്കാം. സോ ലോ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ORB സ്ട്രാറ്റജിയാണ്. ORB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്. സോ റേഞ്ച് ബ്രേക്ക്ഔട്ടിൻ്റെ രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബ്രേക്ക് ആണ്, വിക്ക് യൂസ് ചെയ്തിട്ടല്ല, ബോഡി യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ലോങ് എൻട്രി ആയിരിക്കും നോക്കുന്നത്. ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഷോർട്ട് എൻട്രി ആയിരിക്കും നോക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ബ്രേക്ക് ചെയ്യണത്, നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്യാൻഡിൽ പ്രിന്റ് ചെയ്തു, ഈ ഹൈഡ് മോളിൽ പോയിട്ടുണ്ട്, പക്ഷേ ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബോഡി ബ്രേക്ക് ആണ്, ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ഉണ്ടല്ലോ, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ മാർക്കറ്റ് എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്വിംഗ് ലോയിലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. ടാർഗറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ 1:2 എത്രയാണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ 27 പോയിന്റ്സ് ആണ്, അതിൻ്റെ 2 ടൈംസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും 1:2. അതായത് ഒരു 55-57 ആ ഒരു രീതിയിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം, പോയിന്റ്സ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്യാൻഡിൽ പ്രിന്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ജസ്റ്റ് ഒരു 2 ക്യാൻഡിൽസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് നോക്കാം, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസത്തെ 9:30 AM ക്യാൻഡിലിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡേ ഓപ്പൺ ആയിട്ടുണ്ട്. സോ 9:30 AM വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ 9:30 AM വരെ. ഓക്കെ, സോ ആ ഒരു ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ കം ഓൺ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്യാൻഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 9:30 AM നെക്സ്റ്റ് ഡേ 9:30 AM ക്യാൻഡിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെയിം എന്ത് ചെയ്യുക, ക്യാൻഡിലിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ ലോ മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ പ്രൈസ് ഈ ഒരു ക്യാൻഡിൽ ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സോ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലായിട്ട് ബോഡി ബ്രേക്ക് ചെയ്തു, ഇവിടെയായിട്ട് നമ്മൾ സെൽ എൻട്രി നമ്മൾ എടുക്കും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ഒരു ഹൈലായിട്ട് നമ്മുടെ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ഹൈലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കും. ടാർഗറ്റ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1:2 ആണ് നമ്മളിവിടെ ടാർഗറ്റ് ആയിട്ട് നോക്കുന്നത്. സോ ഈ ഒരു ട്രേഡിൻ്റെ ഔട്ട്കം നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു ട്രേഡ് എന്താണ്, ഈ ഒരു ട്രേഡ് SL ആയിരുന്നു, SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലോട്ട് പോകാം. നെക്സ്റ്റ് ഡേ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.
സോ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. നമുക്കൊരു ആവറേജ് വിൻ റേറ്റ് കിട്ടണം ഒരു 50-60% ആണ് നമുക്ക് വിൻ റേറ്റ് കിട്ടണം. അതായത് 10 ട്രേഡ് എടുക്കുവാണെങ്കിൽ എന്താ പറയുക, ഒരു 4 to 5 ട്രേഡ്സ് നമുക്ക് എന്തായാലും എസ് കിട്ടും. പിന്നെ നെക്സ്റ്റ് ഡേ 9:30 AM ക്യാൻഡിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നോക്കാം. ഓക്കെ, 9:30 AM ക്യാൻഡിൽ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ 9:30 AM ക്യാൻഡിൽ നെക്സ്റ്റ് ഡേയിലത്തെ. ഇതിൻ്റെ എന്ത് ചെയ്യാം, ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ബ്രേക്ക് ചെയ്യണം നമുക്ക് നോക്കാം. സോ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ആയിരിക്കും നോക്കുന്നത്, ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ആയിരിക്കും നോക്കുന്നത്. സോ പ്രൈസ് ഇവിടെ എന്തായത് നേരെ പോയിട്ട് ആ ഒരു റേഞ്ചിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ ക്ലോസിലായിട്ട് എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ ഹൈയിൽ. ടാർഗറ്റ് ഇവിടെ ആയിരിക്കും 1:2 ആണ് നമ്മുടെ ടാർഗറ്റ്. എത്രയാണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും നമ്മളിവിടെ ടാർഗറ്റ് ആയിട്ട് നോക്കുന്നത്. നമുക്ക് നോക്കാം. ചെറിയ ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയിട്ട് നമ്മുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. സോ 1:2 നമുക്ക് ഈ ഒരു ട്രേഡ് കിട്ടി. നമ്മൾ 3 ട്രേഡ് എടുത്തു, 2 ട്രേഡ് TP ആയിരുന്നു, ഒരു ട്രേഡ് SL ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേയിലത്തെ 9:30 ഓപ്പണിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ 9:30 വരുമ്പോൾ ഇവിടാണ് നമ്മുടെ 9:30 വരുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. 9:30 AM. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യണില്ല, ജസ്റ്റ് 9:30 AM ക്യാൻഡലിൻ്റെ ഹൈ ആൻഡ് ലോ. സോ വേറെ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യണില്ല. സോ ഇവിടെ നമുക്ക് 9:30 AM ക്യാൻഡിൽ പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലോ മാർക്ക് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഹൈ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്ത് വെയിറ്റ് ചെയ്യണം, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 9:30 AM ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ലോയിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ആൻഡ് 1:2 ടാർഗറ്റ്. സോ ഇതിൻ്റെ ഔട്ട്കം നമുക്ക് നോക്കാം. സോ ഇതെന്തായിരുന്നു, ഈ ഒരു ട്രേഡ് SL ആയിരുന്നു. നമ്മളിവിടെ 3 ട്രേഡ് എടുത്തു. സോറി, നമ്മളിവിടെ ഒരു 4 ട്രേഡ് എടുത്തു. 4 ട്രേഡിൽ 2 ട്രേഡ് TP ആയിരുന്നു, 2 ട്രേഡ് SL ആയിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഡേയിലത്തെ 9:30 നമ്മൾ കൈൻഡ് ഓഫ് ഒരു 1 വീക്കാണ് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യണത്. നെക്സ്റ്റ് ഡേയിലോട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡേ ഓപ്പൺ ആയിട്ടുണ്ട്. 9:30 AM ക്യാൻഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടെ. 9:30. ഓക്കെ, 9:30 AM ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് 9:30 AM ക്യാൻഡിൽ. ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈ മാർക്ക് ചെയ്ത് വെക്കുക ആൻഡ് ലോ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ വെയിറ്റ് ചെയ്യുക, ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ എന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എൻട്രി എടുക്കുക, ലോയിലായിട്ട് സ്റ്റോപ്പ് ലോസ് ആൻഡ് 1:2 ടാർഗറ്റ് നോക്കാം. ഇതെന്തായിരുന്നു, ഈ ഒരു ട്രേഡ് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ 5 ട്രേഡ് എടുത്തിട്ടുണ്ട്. 5 ട്രേഡിൽ 3 ട്രേഡ് നമുക്ക് SL ആയിരുന്നു ആൻഡ് 2 ട്രേഡ് നമുക്ക് എന്തായിരുന്നു, TP ആയിരുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഔട്ട്കം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്നോ ടോട്ടൽ നമുക്ക് ഈ ഒരു വീക്ക് 5 ട്രേഡ്സ്, 5 ട്രേഡ്സിൽ 3 SL ആൻഡ് 2 TP. അതായത് നമ്മൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ റിസ്ക് പെർ ട്രേഡ് 1% ആണെങ്കിൽ, റിസ്ക് പെർ ട്രേഡ് ഇപ്പോൾ 1% ആണെങ്കിൽ ആൻഡ് 1:2 ആണ് നമ്മുടെ RR വരുന്നത്. RR is equal to 1:2. അതായത് ഒരു ട്രേഡ് TP ഇറ്റ് ചെയ്യുകയാണെങ്കിൽ 2% ആയിരിക്കും പ്രോഫിറ്റ്, ഒരു ട്രേഡ് SL ഇറ്റ് ചെയ്യുകയാണെങ്കിൽ 1% ആയിരിക്കും നമുക്ക് ഇവിടെ ലോസ് വരും. അപ്പോൾ ടോട്ടൽ 3%ൻ്റെ ലോസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്ര വന്നിട്ടുണ്ട്, 2 ട്രേഡ് TP ഇട്ടിട്ടുണ്ട്, 2 × 2, അതായത് ഒരു 4%ൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. 4 - 3 ടോട്ടൽ സ്റ്റിൽ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, 1%ൻ്റെ പ്രോഫിറ്റിലാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 5 ട്രേഡ് എടുത്തു, 3 ട്രേഡ് SL ആയിരുന്നു, 2 ട്രേഡ് TP ആയിരുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ഒരു 50 കൈൻഡ് ഓഫ് ഞാൻ ജസ്റ്റ് ഒരു 1 വീക്ക് മാത്രമേ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50 to 55 ടു മാക്സ് ഒരു 60% വരെയൊക്കെ വിൻ റേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ലൈവിലോട്ട് പോകുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. സോ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ലൈവിലോട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോട്ട് ചോദിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.